മാധവേട്ടൻ ഞാനിവിടെയാ. ഞാനും എന്റെ ഭർത്താവും. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ തീരുമാനങ്ങൾക്കൊന്നും വിലയുണ്ടാവില്ലല്ലോ. എല്ലാ മോഹങ്ങളും മനസ്സിലൊതുക്കി കഴിയുമ്പോ അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധം ഏറി വന്നു. പിന്നെ ശോഭ മറ്റൊരാളെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്നവനാണ് ഞാൻ. എനിക്ക് സന്തോഷമായി. തടവ് ചാടിയെന്ന് പത്രത്തിൽ കണ്ടു. ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല ഞാൻ ജയിലിൽ ചാടിയത്. ഇരട്ട കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കണം. എന്റെ ഭർത്താവ് നന്ദകുമാർ ഇവിടുത്തെ SI. മാധവേട്ടനെ പിടിക്കാൻ രാപകലില്ലാതെ ഓടി നടക്കുക അദ്ദേഹം. ഏത് സമയവും അദ്ദേഹം വരാം. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം, പ്ലീസ്. ഇപ്പൊ കൊണ്ടുവരാം. ഇന്നെന്താ പതിവില്ലാതെ വെള്ളം തന്നെ സ്വീകരിക്കുന്നത്? വേറൊന്നും തരാൻ ഉദ്ദേശമില്ലേ? ഞാൻ കുടിക്കാൻ എടുത്തതാ. അപ്പോഴാ നന്ദേട്ടൻ വന്നത്. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, വല്ലാത്ത തലവേദന. എപ്പോഴും വരുന്നുണ്ടല്ലോ നിനക്ക് തലവേദന. വല്ല ഡോക്ടറെ കാണണോ? വേണ്ട, ഇപ്പൊ അല്പം കുറവുണ്ട്. രണ്ടും നീ തന്നെ പറയുന്നത്. ഞാൻ അല്പം വിക്സ് പരട്ടിയിട്ട് വരാം. എന്താ? എന്തു പറ്റി? തലയ്ക്ക് ഒരു മരവിപ്പ് പോലെ. ഇതാ ഞാൻ പറഞ്ഞത്, ഡോക്ടറെ കാണണമെന്ന്. വേണ്ട, കുറച്ചേരം കിടന്നാ മാറിക്കോളാം. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? ഒന്നും മിണ്ടാതെയും പറയാതെയാണ് ഇപ്പൊ വരുന്നത്. അത് മുസക്ക, ഞാൻ ഒന്നും പറയണ്ട. കയ്യിന്റെ മുറിവ് ശരിക്കും ഉണങ്ങിയിട്ട് പോയാൽ മതി എന്നല്ല ആശാൻ പറഞ്ഞേ. സൂക്ഷിക്കണം സാറേ, കൈ പഴുത്തപ്പില്ല മുറിച്ചിടേണ്ടി വരും. എന്റെ അറുനാക്കോണ്ടൊന്നും പറയാതെ ശൈത്താനെ. നിങ്ങൾ വരി, നമുക്ക് വീട്ടിലേക്ക് പോവാം. നിങ്ങളെ കാണാത്തോണ്ട് അമ്മുമോൾ അവിടെ കയറി തൊടല് പൊട്ടിക്കുക. തൊടല് പൊട്ടിക്ക? അമ്മുമോൾ എന്താ ആനയാ? എന്റെ വാപ്പ മുണ്ടിപ്പോവരുത്. നടക്ക്, നിങ്ങൾ വരി. ആശാനെ, നിങ്ങൾ ആളെ ഞങ്ങൾ കയ്യോടെ കൊണ്ടുവന്നിരിക്ക. എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ രാഘവ? മനുഷ്യന്റെ അകവാള് വെട്ടിപ്പോയില്ലേ? കുറെ നേരം ഇതിനകത്തിരുന്ന് ബോറടിച്ചപ്പോ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. നാട് മുഴുവൻ പോലീസ് ചുറ്റിത്തിരിക. കാണുന്നവരൊക്കെ പിടിച്ചു ചേർത്ത് ജയിലിൽ ചാടിയ പ്രതി എന്തിയെന്നാ ചോദിക്കുന്നത്. നമ്മുടെ ഇരിക്കുക. പ്രതിയെ ശരിക്കും അവർ കൊന്നു കാണും. പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പോലീസുകാര് കാട് മുഴുവൻ കറങ്ങി ഇറക്കുക. രാഘവേട്ട, വെറുതെ പോലീസുകാരെ കയ്യിലൊന്നും ചെന്ന് പെട്ടേക്കരുത്. അടിച്ച് എല്ലാം അടിച്ചിട്ട് രാഘവേട്ടനാണ് ജയിലിൽ ചാടിയെന്ന് അവർ പറയുന്നത്. മാമൻ എവിടെ പോയിരുന്നു? മാമനെ കാണാഞ്ഞിട്ട് ഞാൻ ഈ ചേച്ചി എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാമോ? മാമൻ എങ്ങും പോയില്ല മോളെ. അപ്പൊ ആശാനെ, ഞങ്ങൾ പോണു. ശരി മോളെ, ചേച്ചി പോവാട്ടെ. അമ്മ മോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇവക്കാണെങ്കിൽ താനെന്ന് പറഞ്ഞ ജീവന. അത് ഓർത്തെങ്കിൽ ഇങ്ങനൊന്നും ഇറങ്ങി പോകല്ലേ. അമ്മുമോളുടെ അച്ഛനും അമ്മയും രണ്ടുപേരും പോയി. പിന്നെ നാട്ടിലുള്ളതെല്ലാം വിറ്റുപെറുക്കി ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പോ ഇവക്ക് ഞാനും എനിക്കിവളും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് താനും. വാ, വല്ലതും കഴിക്കാം.